Myself, Febin, your paper to commerce faculty. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന മോഡ്യൂളിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ്, പോസ്റ്റുലേറ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്. സോ എന്താണ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഒക്കെ കീപ്പ് ചെയ്യുന്ന കുറെ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. അതിനെയാണ് നമ്മൾ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഒക്കെ ഫോളോ ചെയ്യുന്ന കുറെ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. സോ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനകത്ത് തന്നെ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റുകളും ഉണ്ട്, അക്കൗണ്ടിംഗ് കൺവെൻഷൻസും ഉണ്ട്. അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കുറെ ബേസിക് ഐഡിയാസ്, അസംഷൻസ്, ഫണ്ടമെന്റൽ ഐഡിയാസ് ഒക്കെയാണ് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് കൺവെൻഷൻസോ, അക്കൗണ്ടിംഗ് കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങളായി അക്കൗണ്ടിംഗിൽ ഫോളോ ചെയ്തു വരുന്ന കുറെ പ്രാക്ടിക്കൽ റൂളുകൾ, അക്കൗണ്ടിങ്ങിന്റെ കുറെ ട്രഡീഷൻസ്, കസ്റ്റംസ്, ഇതൊക്കെയാണ് അക്കൗണ്ടിംഗ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കുറെ ബേസിക് ആയിട്ടുള്ള അസംഷൻസും ഐഡിയാസും ആണ്, കുറെ പ്രാക്ടിക്കൽ റൂളുകളാണ് അക്കൗണ്ടിംഗ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ കോൺസെപ്റ്റ്സും കൺവെൻഷൻസും എന്താന്നുള്ളത് ഓക്കെ അല്ലേ? നോക്കിയേ, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് നമുക്ക് മനസ്സിലായി, കോൺസെപ്റ്റുകളും ഉണ്ട്, കൺവെൻഷൻസും ഉണ്ട്. കോൺസെപ്റ്റിനകത്ത് വരുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, റവന്യൂ റെക്കഗ്നേഷൻ കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്, ഒബ്ജക്ടിവിറ്റി ആൻഡ് അക്രൂവൽ കൺസെപ്റ്റ്. ദെൻ കൺവെൻഷൻസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. കൺസർവേറ്റിസം, കൺസിസ്റ്റൻസി, ഫുൾ ഡിസ്ക്ലോഷർ ആൻഡ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. ഈ 4 എണ്ണമാണ് കൺവെൻഷൻസിനകത്ത് വരുന്നത്. സോ നമുക്ക് ഓരോ അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ നോക്കാം. ഒന്നാമത്തേതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. വെരി ഇമ്പോർട്ടന്റ്. ബിസിനസ്സും ബിസിനസ് മാനും സെപ്പറേറ്റ് ആണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബിസിനസ് മാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ, അതിന് എന്ത്, ബിസിനസ് അതിനെ ഒരു ലയബിലിറ്റി, അതൊരു ബാധ്യതയായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാ? ബിസിനസ് വേറെ, ബിസിനസ് മാൻ വേറെ. ബിസിനസ് മാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ യൂസിന് വേണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ക്യാഷും ഗുഡ്സും ഒക്കെ ഡ്രോയിങ്സ് ആയിട്ട് എഴുതി വെക്കുന്നത്. അതുകൊണ്ടാണ് ഏത് കോൺസെപ്റ്റ് പ്രകാരമാണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് വേറെ, ബിസിനസ് മാൻ വേറെ. ദെൻ അടുത്ത കോൺസെപ്റ്റ് ആണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. എന്താണ് അത് പറയുന്നത്? മണി ട്രാൻസാക്ഷൻസ് നമ്മൾ എങ്ങനെയുള്ളതാണ് റെക്കോർഡ് ചെയ്യുന്നത്? അതായത് നമുക്ക് ഫിനാൻഷ്യൽ ടേമിൽ, അത് മണി ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്ത് വെക്കാറുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇന്റേണലി ജനറേറ്റ് ചെയ്യുന്ന ഗുഡ്വിൽ ഒരിക്കലും റെക്കോർഡ് ചെയ്യാറില്ല. നമ്മുടെ എംപ്ലോയീസിന്റെ സ്കില്ല്, നമ്മുടെ മാനേജേഴ്സിന്റെ എഫിഷ്യൻസി ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ റെക്കോർഡ് ചെയ്യുന്നത്? ഇല്ല. അതൊക്കെ എന്ത് പ്രകാരമാണ്? മണി മെഷർമെന്റ് കോൺസെപ്റ്റ് പ്രകാരമാണ്. ദെൻ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം നമ്മുടെ ബിസിനസ് ഈ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ ഒന്നും ക്ലോസ് ചെയ്യാൻ പോകുന്നില്ല. അതിനൊരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് ഫങ്ഷൻ ചെയ്യാൻ പോകുന്നത്. അടുത്ത ഭാവിയിലൊന്നും അത് ക്ലോസ് ചെയ്യില്ല. അതിനൊരു ലോങ് ലൈഫ് ആണുള്ളത്. ഒരു പെർപെക്ച്വൽ സക്സഷൻ അല്ലെ ഒരു കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ആണ് നമ്മുടെ ബിസിനസ്സിനുള്ളത് എന്ന് പറയുന്നതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ എന്ത്, അസറ്റുകൾക്കൊക്കെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അതുപോലെ അസറ്റുകളെല്ലാം ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മളോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അസറ്റുകളെല്ലാം ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ റെക്കോർഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്താണ് അതിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ അല്ലെ നെറ്റ് റിയലൈസബിൾ വാല്യൂവിൽ റെക്കോർഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഈ ഒരു ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരമാണ് അസറ്റുകളൊക്കെ ബുക്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ദാറ്റ് ഈസ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ദെൻ അടുത്തതാണ് അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ്. എന്താണ് ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്? അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ് പ്രകാരം നമ്മുടെ ബിസിനസിന്റെ ലൈഫ് പല പല ഇന്റർവെൽസ് അല്ലെ പല പല പീരീഡ്സ് ആയിട്ട് എന്താണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതായത് ഫർദർ ക്ലാസിഫിക്കേഷനും റിപ്പോർട്ടിങ്ങിനും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റേഷനും പ്രിപ്പറേഷനും ഒക്കെ എളുപ്പമാകാൻ വേണ്ടിയാണ് അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ എങ്ങനെയാ വരുന്നത്? ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ, മാർച്ച് 31 വരെയാണ് അക്കൗണ്ടിംഗ് പീരീഡ് വരുന്നത്. സോ അത് എന്ത് പ്രകാരമാണ്? ഈ ഒരു അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത് പ്രകാരമാണ്.
Then very important, that is dual aspect concept. എന്താണ് ഇതിൽ പറയുന്നത്? ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും അതിന് രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ട്. ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്. നമ്മൾ ഏതൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്താലും ഒരു ഗീവിംഗ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു റിസീവിംഗ് ആസ്പെക്റ്റും ഉണ്ട്. ഇത് പ്രകാരമാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഡെവലപ്പ് ചെയ്തു വന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇപ്പൊ എന്താണ് നമുക്കറിയാം, നമ്മൾ മെഷീനറി മേടിക്കുന്നു, മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലെ, ഒരു ഡെബിറ്റ് ആസ്പെക്ട് വന്നു, ഒരു ക്രെഡിറ്റ് ആസ്പെക്ട് വന്നു, ഒരു റിസീവിംഗും ഉണ്ട്, ഒരു ഗീവിംഗും ഉണ്ട്. അതാണ് ഈ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് റവന്യൂ റെക്കഗ്നേഷൻ കോൺസെപ്റ്റ്. ഏതൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ആ ഇവന്റ് നടക്കുമ്പോഴാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. വെദർ പേയ്മെന്റ് റിസീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ബാധകമല്ല. ഈ റവന്യൂ റെക്കഗ്നേഷൻ കോൺസെപ്റ്റ് പ്രകാരവും അതാണ് പറയുന്നത്. നോക്കിയേ, നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ഓൺ മാർച്ച് ബട്ട് എമൗണ്ട് റിസീവ്ഡ് ഓൺ ഏപ്രിൽ, ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ മാർച്ച്. നമ്മൾ ക്രെഡിറ്റ് സെയിൽ കടമായിട്ട് ഗുഡ്സ് വിൽക്കുന്നു, മാർച്ചിലാണ് വിറ്റത്, പക്ഷെ പേയ്മെന്റ് കിട്ടുന്നത് എപ്പോഴാണ്? ഏപ്രിലാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ഗുഡ്സ് എപ്പോഴാണ് ക്രെഡിറ്റ് സെയിൽ നടത്തിയത്? മാർച്ചിലാണ് അല്ലെ, ഇവന്റ് നടന്നത് മാർച്ചിലാണ്. സോ എന്ത് ചെയ്യും? മാർച്ചിൽ തന്നെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് റവന്യൂ റെക്കഗ്നേഷൻ കോൺസെപ്റ്റ്. ക്യാഷ് റിസീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, ഇവന്റ് ആ ട്രാൻസാക്ഷൻ നടന്നോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളെ ബാധിക്കുന്നത്. സോ അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. ഈ ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ ഏതൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്താലും വിത്ത് പ്രോപ്പർ സപ്പോർട്ടിംഗ് എവിഡൻസ്, ചുമ്മാ അല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ, വിത്ത് പ്രോപ്പർ എവിഡൻസോട് കൂടി ആയിരിക്കണം. നോക്കിയേ, പർച്ചേസസ് ആർ റെക്കോർഡഡ് യൂസിങ് ഇൻവോയ്സസ് ഓർ ബിൽ. ചുമ്മാ ആണോ നമ്മൾ പർച്ചേസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്? അല്ല, വിത്ത് സപ്പോർട്ടിംഗ് മെറ്റീരിയൽ അല്ലെ, ഇൻവോയ്സോ ബില്ലോ ഒക്കെ നോക്കിയാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാറുള്ളത് അല്ലേ. ദെൻ അക്രൂവൽ കോൺസെപ്റ്റ്. ഈ പറഞ്ഞ റവന്യൂ റെക്കഗ്നേഷന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ് അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് വെൻ ദേ ഒക്കർ, നോട്ട് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. ക്യാഷ് കിട്ടുമ്പോഴോ പേ ചെയ്യുമ്പോഴോ അല്ല നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്, ആ ഒരു ട്രാൻസാക്ഷൻ ഇവന്റ് ഒക്കർ ചെയ്യുമ്പോഴാണ്. ഓൾ എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ആർ റെക്കോർഡഡ് വെൻ ദേ ഒക്കർ. നമുക്കറിയാം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മൾ ഇനിയും കൊടുക്കാനുള്ളതാ, കൊടുത്തിട്ടില്ല അല്ലെ, എന്നിരുന്നാൽ പോലും പേയ്മെന്റ് നമ്മുടെ പോയിട്ടില്ല, പക്ഷെ കൊടുക്കാനുള്ളതാ, ഇവന്റ് നടക്കാനുള്ള. സോ എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് ആയി നിൽക്കുവാണ്. സോ നമ്മൾ റെക്കോർഡ് ചെയ്യും. അതാണ് അക്രൂവൽ കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ക്യാഷ് റിസീവ് ചെയ്തോ അല്ലെങ്കിൽ പേ ചെയ്തോ എന്നുള്ളതല്ല, ഇവന്റ് നടന്നോ എന്നുള്ളതാണ് നമുക്ക് ബാധകം. സോ ഇത്രയുമാണ് എന്തിനകത്ത് വരുന്നത്? നമ്മുടെ അക്കൗണ്ടിങ് കോൺസെപ്റ്റിനകത്ത് വരുന്നത്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ബിസിനസ്സും ബിസിനസ്മാനും സെപ്പറേറ്റ് ആണ്. അപ്പൊ മക്കളെ, നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് ഓരോ പ്രിൻസിപ്പിൾസും എഴുതുന്നു, ജസ്റ്റ് 1 ലൈനർ ആയിട്ട് എന്താന്നുള്ളത് എഴുതുന്നു വിത്ത് എക്സാമ്പിൾ. നമുക്ക് 4 മാർക്ക് സുഖമായിട്ട് കിട്ടും. നോക്കിയേ, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ ബിസിനസ് വേറെ, ബിസിനസ്മാൻ വേറെ. മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ആണെങ്കിലോ എങ്ങനെയുള്ള ട്രാൻസാക്ഷൻസേ റെക്കോർഡ് ചെയ്യാറുള്ളൂ? മണി ടേമിലുള്ള ട്രാൻസാക്ഷൻസേ റെക്കോർഡ് ചെയ്യാറുള്ളൂ. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണെങ്കിലോ നമ്മുടെ ബിസിനസ് ഈ അടുത്ത ഫ്യൂച്ചറിലൊന്നും ക്ലോസ് ചെയ്യുന്നില്ല, അതിനൊരു ലോങ് ലൈഫ് ആണ് ഉള്ളത്. അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് ആണെങ്കിലോ നമ്മുടെ ബിസിനസിന്റെ ലൈഫിനെ പല പല പീരീഡ്സ് ആൻഡ് ഇന്റർവെൽ ആയിട്ട് തിരിച്ചിരിക്കുവാണ്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പ്രകാരമോ ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും അതിന് എന്തുണ്ട്? 2 ആസ്പെക്ട് ഉണ്ട്, ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്. റവന്യൂ റെക്കഗ്നേഷൻ കോൺസെപ്റ്റ്. റവന്യൂ എപ്പോഴാണ് നമുക്ക് ആ ഒരു റവന്യൂ എന്താണ്? പേയ്മെന്റ് കിട്ടണോ അല്ലെങ്കിൽ വേണ്ട, എന്താണ്? ഇവന്റ് നടക്കുമ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് പ്രകാരമാണെങ്കിൽ എന്താണ്? ഏതൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴും വിത്ത് പ്രോപ്പർ എവിഡൻസോട് കൂടി വേണം ചെയ്യാൻ. ദെൻ അക്രൂവൽ കോൺസെപ്റ്റ് ആണെങ്കിലും എന്താണ്? ക്യാഷ് റിസീവ് ചെയ്തോ പേ ചെയ്തോ എന്നുള്ളതല്ല നമുക്ക് ബാധകം, പക്ഷെ എന്താണ്? ആ ഒരു ഇവന്റ് നടന്നോ ആ ട്രാൻസാക്ഷൻ നടന്നോ എന്നുള്ളതാണ് പ്രാധാന്യം. അതാണ് അക്രൂവൽ കോൺസെപ്റ്റ്. ഇത്രയുമാണ് നമ്മുടെ എന്തിനകത്ത് വരുന്നത്? അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിനകത്ത് വരുന്നത്. ദെൻ നമുക്ക് വരുന്നത് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആണ്. എന്താണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് വെച്ചാൽ 4 എണ്ണമാണുള്ളത്. നമുക്കറിയാലോ, കുറെ പ്രാക്ടിക്കൽ റൂൾസ് ആണെന്നൊക്കെ നമ്മൾ കണ്ടു. ഏതാണ്? 4 എണ്ണം. വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ അക്കൗണ്ടിങ് കൺവെൻഷൻസ്. എല്ലാ തവണ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതുമാണ്. കൺസർവേറ്റിസം ഉണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട്, ഫുൾ ഡിസ്ക്ലോഷർ ഉണ്ട്, മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിളും ഉണ്ട്.
നോക്കിയേ, കൺസർവേറ്റിസത്തിന്റെ മറ്റൊരു പേരാണ് പ്രൂഡൻസ്. മനസ്സിൽ കുറിച്ചിട്ടോ, കൺസർവേറ്റിസത്തിന്റെ മറ്റൊരു പേരാണ് പ്രൂഡൻസ് എന്ന് പറയുന്നത്. ആന്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്. വെരി ഇമ്പോർട്ടന്റ്. ഈ ഒരു സെന്റൻസ് തന്നെ തന്നിട്ടാണ് നമുക്ക് എല്ലാ തവണയും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. എന്താണ്? പ്രോഫിറ്റ് ഒന്നും ആന്റിസിപ്പേറ്റ് ചെയ്യണ്ട, പ്രോഫിറ്റ് വരട്ടെ, വന്നു കഴിയുമ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാം. പക്ഷേ എന്തെങ്കിലും ലോസ് വരാനുണ്ടെന്ന് നമ്മൾ കണ്ടാൽ അത് മുൻകൂട്ടി കണ്ട് അതിന് വേണ്ട പ്രൊവിഷൻസ് വെക്കുക എന്നുള്ളതാണ് കൺസർവേറ്റിസം പറയുന്നത്. എന്താണ് കൺസർവേറ്റിസത്തിന്റെ മറ്റൊരു പേര്? പ്രൂഡൻസ്. അതിന്റെ എക്സാമ്പിൾ ആണ് പ്രൊവിഷൻ മെയ്ഡ് ഫോർ ബാഡ് ഡെറ്റ്. നമുക്ക് എന്താണ്? ബാഡ് ഡെറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, നമ്മൾ മുൻകൂട്ടി കണ്ട് പ്രൊവിഷൻ വെക്കുവാണ്. ഇൻവെന്ററി ഈസ് വാല്യൂഡ് അറ്റ് ലോവർ കോസ്റ്റ്. ഇൻവെന്ററി നമുക്ക് കോസ്റ്റ് പ്രൈസിലോ മാർക്കറ്റ് പ്രൈസിലോ റെക്കോർഡ് ചെയ്യാം. എന്നിരുന്നാൽ പോലും അതിൽ ഏതാണോ ലോവർ കോസ്റ്റ് അതിലേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ്? നമുക്ക് പ്രോഫിറ്റ് കൂട്ടി കാണിക്കണ്ട അല്ലെ, പ്രോഫിറ്റ് ഒന്നും ആന്റിസിപ്പേറ്റ് ചെയ്യണ്ട, ലോസ് മാത്രം മുൻകൂട്ടി കണ്ട് ആന്റിസിപ്പേറ്റ് ചെയ്ത് വേണ്ട പ്രൊവിഷൻ വെക്കുക എന്നുള്ളതാണ് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് പ്രകാരം പറയുന്നത്. ദെൻ നോക്കിയേ, അതൊക്കെ അല്ലേ? കൺസിസ്റ്റൻസി പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് സെയിം അക്കൗണ്ടിങ് മെത്തേഡ് ഷുഡ് ബി ഫോളോഡ് ഫ്രം ഇയർ ടു ഇയർ. ഓരോ വർഷവും നമ്മൾ എന്താണ്? സെയിം അക്കൗണ്ടിങ് മെത്തേഡ് വേണം ഫോളോ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ നോക്കിയേ, സെയിം മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ ഈച്ച് ഇയർ. എന്താണ്? ഈ ഒരു വർഷം നമ്മൾ എന്താണ്? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണ് ചെയ്തതെങ്കിൽ അടുത്ത വർഷവും എന്ത് ചെയ്യണം? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ തന്നെ വേണം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? അല്ലാതെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്യരുത്. ഏത് മെത്തേഡ് ആണോ ഈ ഒരു വർഷം അതിനൊരു കൺസിസ്റ്റൻസി വേണം. ഏത് കാര്യത്തിനാണെങ്കിലും സെയിം മെത്തേഡ് വേണം നമ്മൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ. അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ദെൻ ഫുൾ ഡിസ്ക്ലോഷർ എന്താണ് പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് all material and relevant information must be disclosed in the financial statements. എന്താ പറയുന്നത്? ഫുൾ ഡിസ്ക്ലോഷർ പ്രകാരം റെലവെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ കാണിച്ചിരിക്കണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കാണിച്ചിരിക്കണം. റെലവെന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും വിട്ടുപോകാൻ പാടില്ല, ഫുൾ ഡിസ്ക്ലോഷർ പ്രകാരം. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഫുട് നോട്ടായിട്ട് കണ്ടിൻജന്റ് ലയബിലിറ്റി കാണിക്കുന്നു, അക്കൗണ്ടിങ് പോളിസീസ് നമ്മൾ ചെയ്യുന്നു, നോട്ട്സ് ടു അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്? മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും വിട്ടുപോകാതിരിക്കാൻ ഫുൾ ഡിസ്ക്ലോഷർ പ്രകാരം ചെയ്യുന്നതാണ്. ദെൻ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. എന്താണ് മെറ്റീരിയാലിറ്റി കൺവെൻഷൻ അല്ലെ പ്രിൻസിപ്പിളിൽ പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഓൺലി ഇൻഫർമേഷൻ ദാറ്റ് ഈസ് സിഗ്നിഫിക്കന്റ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ്. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്ക്ലോസ് ചെയ്താൽ മതി. നമുക്കറിയാം അല്ലെ, സ്റ്റേഷനറി ഒക്കെ നമ്മൾ പല ഐറ്റംസ് വാങ്ങിക്കും അല്ലെ, പെൻ, പെൻസിൽ, പേപ്പർ, ഇതെല്ലാം കൂടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതാറുണ്ടോ? ഇല്ല. സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു ഹെഡിൽ കാണിക്കാറേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? നമ്മൾ ഫിഗേഴ്സ് ഒക്കെ റൗണ്ട് ഓഫ് ചെയ്തൊക്കെ എഴുതും. ഈ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് പ്രകാരമാണ് ഇതൊക്കെ ചെയ്യുന്നത്. സോ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഈ 4 കൺസർവേറ്റിസം എന്താണ്? എല്ലാ ലോസുകളെയും മുൻകൂട്ടി കണ്ട് വേണ്ട പ്രൊവിഷൻ വെക്കണം എന്ന് പറയുന്നതാണ്. എങ്കിൽ പ്രോഫിറ്റുകളൊന്നും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് കൺസർവേറ്റിസം അഥവാ പ്രൂഡൻസ് എന്ന് പറയുന്നു. ദെൻ കൺസിസ്റ്റൻസി എന്താണ് പറയുന്നത്? സെയിം അക്കൗണ്ടിങ് മെത്തേഡ് വേണം നമ്മൾ ഓരോ വർഷവും ഫോളോ ചെയ്യാൻ. അതാണ് കൺസിസ്റ്റൻസി പ്രകാരം പറയുന്നത്. ദെൻ ഫുൾ ഡിസ്ക്ലോഷർ എന്താണ്? ഏറ്റവും മെറ്റീരിയൽ ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉറപ്പായി നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ദെൻ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റിൽ എന്താണ് പറയുന്നത്? റെലവെന്റും സിഗ്നിഫിക്കന്റും ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കാണിച്ചാൽ മതി എന്ന് പറയുന്നതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് പറയുന്നത് ഈ 4 നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് കണ്ടത്. അതിനകത്ത് എന്താണ്? കൺവെൻഷൻസും കണ്ടു, കോൺസെപ്റ്റുകളും കണ്ടു. ദെൻ ഈ ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് PYQ അല്ലെ, അതിന്റെ പാറ്റേൺ എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കിയേ, ക്യാപിറ്റൽ ഇൻ ദ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് ലയബിലിറ്റി ഡ്യൂ ടു. ഇപ്പൊ നമ്മൾ കണ്ടിട്ട് വന്ന ഭാഗമാണ്. ബിസിനസ്മാൻ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ, ബിസിനസ് അതിനെ ഒരു ബാധ്യതയായിട്ടാണ് അല്ലേ കാണുന്നത്, ലയബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരമാണ് അല്ലെ. എന്തുകൊണ്ടാ? ബിസിനസ് വേറെ, ബിസിനസ്മാൻ വേറെ അല്ലെ, രണ്ടും സെപ്പറേറ്റ് ആണ്. സോ ആൻസർ വരുന്നത് എന്താണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. ബിസിനസ്മാൻ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ അതിനെ ലയബിലിറ്റി ആയിട്ട് കാണും. ബിസിനസ്മാൻ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ക്യാഷും ഗുഡ്സും ഒക്കെ ഡ്രോയിങ്സ് ആയിട്ട് കാണിക്കും. അതൊക്കെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരമാണ്. ദെൻ നോക്കിയേ,
make sufficient provision for future losses but do not anticipate future profits. ഇപ്പൊ കണ്ടതേ ഉള്ളൂ. This statement is according to the concept of എന്താണ്, നമ്മള് ലോസിനൊക്കെ വേണ്ടി ഓൾറെഡി മുൻകൂട്ടി കണ്ട് പ്രൊവിഷൻ വെക്കണം. പക്ഷെ എന്താണ്, പ്രോഫിറ്റ് ആണെങ്കിൽ വന്നു കഴിഞ്ഞ് മാത്രം റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മതി. ഏത് കോൺസെപ്റ്റ് പ്രകാരമാണ് ഇത് വരുന്നത്? നമുക്കറിയാം അല്ലെ, കൺസർവേറ്റിസം അഥവാ പ്രൂഡൻസ്. ഓക്കെ അല്ലേ? അല്ലെ, ലോസുകളെയൊക്കെ മുൻകൂട്ടി പ്രൊവിഷൻ വെക്കുക, എന്താണ്, പ്രോഫിറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതി, ദാറ്റ് ഈസ് റെക്കോർഡ് ചെയ്താൽ മതി. അതാണ് ഏത് പ്രകാരമാണ്? കൺസർവേറ്റിസം പ്രകാരമാണ് അല്ലെ. ഓപ്ഷൻ സി കൺസർവേറ്റിസം പ്രകാരം അല്ലെങ്കിൽ പ്രൂഡൻസ് പ്രകാരമാണ് ഇത് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഒരെണ്ണം നോക്കിയേ. which underlying concept that support the immediate recognition of an estimated loss. ഒരു ലോസ് വരാനുണ്ടെന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്താൽ ഉടനെ തന്നെ അതിന് വേണ്ട പ്രൊവിഷനും കാര്യങ്ങളും റെക്കഗ്നൈസ് ചെയ്യണ ഏത് കോൺസെപ്റ്റ് പ്രകാരമാണ്? കൺസിസ്റ്റൻസി ആണോ, മാച്ചിങ് ആണോ, പ്രൂഡൻസ് ആണോ, സബ്സ്റ്റൻസ് ഓവർ ഫോം ആണോ? അറിയാലേ, പ്രൂഡൻസ് ആണ്. ഓപ്ഷൻ സി പ്രൂഡൻസ് ആണ്, അല്ലെ കൺസർവേറ്റിസം ആണ്. ലോസുകൾക്കൊക്കെ വേണ്ടി മുൻകൂട്ടി ലോസുകളെ കണ്ട് വേണ്ട പ്രൊവിഷൻ വെക്കുക എന്ന് പറയുന്നത് പ്രൂഡൻസ് ആണ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് കൺസർവേറ്റിസം ആണ്. ഓക്കെ അല്ലേ? ദെൻ നോക്കിയേ, മാച്ച് ചെയ്യാനാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഈ ഒരു മോഡലിലും ക്വസ്റ്റ്യൻ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. കാരണം ഈ ഡിസംബർ സൈക്കിളിൽ ഉണ്ടായിരുന്നു, ജൂൺ സൈക്കിളും സെയിം പാറ്റേണിൽ ക്വസ്റ്റ്യൻ ഇതേ ഒരു മോഡലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയേ, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോൺസെപ്റ്റ്, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. നോക്കിയേ, ഇപ്പുറത്ത് എന്താണ് തന്നിരിക്കുന്നത്? സെയിം അക്കൗണ്ടിംഗ് മെത്തേഡ് ഈസ് ഫോളോഡ് ബൈ എ firm from one period to another. An inappropriate assumption of being bankrupt. A normal basis used for accounting of assets relates to the importance of an item or event. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്താണ്? മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ കണ്ടുവന്നതേ ഉള്ളൂ. എന്താണ്? ഈ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അല്ലെ. ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ, ഐറ്റംസ് അല്ലെ ഇവന്റ്സ് മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. നമ്മൾ സ്റ്റേഷനറിയുടെ കാര്യമൊക്കെ പറഞ്ഞു. സോ നമുക്ക് മനസ്സിലായി 1 എന്ത് വരും? ഡി വരുമെന്ന് മനസ്സിലായി അല്ലെ. 1 ഡി ആണെന്ന് മനസ്സിലായി. ദെൻ നോക്കാം, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം അടുത്ത ഭാവിയിലൊന്നും നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യില്ല? ഷട്ട് ഡൗൺ ചെയ്യില്ല അല്ലെ. കണ്ടോ, ആൻ ഇൻഅപ്രോപ്രിയേറ്റ് അസംഷൻ ഓഫ് എ ഫേം ബീൻ ബാങ്ക്രപ്റ്റ് അല്ലെ. നമ്മുടെ ഫേം എന്താണ്? ബാങ്ക്രപ്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതെന്താണ്? ഇൻഅപ്രോപ്രിയേറ്റ് അസംഷൻ. കാരണം ബാങ്ക്രപ്റ്റ് ആയാലും നമ്മൾ എന്ത് ചെയ്യും? ബിസിനസ് ക്ലോസ് ചെയ്യും. ഇവിടെ എന്താണ്? ബിസിനസ് ക്ലോസ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. സോ 2 ബി വരും, 1 ഡി വരും, 2 ബി വരും. ദെൻ 3 ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. കണ്ടായിരുന്നു നമ്മളല്ലേ, എന്താണ്? അസറ്റുകളൊക്കെ അതിന്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രകാരമാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസിലല്ല. സോ 3 സി വരും. എ നോർമൽ ബേസിസ് യൂസ്ഡ് ഫോർ അക്കൗണ്ടിങ് ഓഫ് അസറ്റ്, 3 സി വരും. ദെൻ 4 കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. എന്തായിരുന്നു? സെയിം മെത്തേഡ് ഫോളോ ചെയ്യണം അല്ലെ. നമ്മൾ കണ്ടു, ഡിപ്രീസിയേഷൻ ഒക്കെ ആണെങ്കിലും സെയിം മെത്തേഡ് വർഷം ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. അതാണ് 4A വരും. സോ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റത്തിന്റെ അല്ലെ ഇവന്റിന്റെ ഇമ്പോർട്ടൻസിനനുസരിച്ച് ചെയ്താൽ മതി. എന്താണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണെങ്കിൽ എന്താണ്? നമ്മുടെ ബിസിനസ് ക്ലോസ് ചെയ്യാൻ പോകുന്നില്ല. സോ എന്താണ്? ബാങ്ക്രപ്റ്റ് ആകില്ല. ദാറ്റ് ഈസ് 2B. ദെൻ 3 എന്താണ്? ഹിസ്റ്റോറിക്കൽ കോൺസെപ്റ്റ്. എന്താണ് അതിൽ പറയുന്നത്? അസറ്റുകളൊക്കെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ 3 സി ആൻഡ് 4 എന്ന് പറയുന്നത് എ, കൺസിസ്റ്റൻസി, സെയിം മെത്തേഡ് ഫോളോ ചെയ്യുക. സോ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് വരുന്നത്. ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നോക്കിയേ, ഒരു അസേർഷൻ റീസൺ മോഡൽ. നമുക്കറിയാം ഈ ഒരു പാറ്റേൺ ഇപ്പം വരാറുണ്ട്. എന്താണ് പറയുന്നത്? പേഴ്സണൽ ട്രാൻസാക്ഷൻ ഓഫ് ഓണേഴ്സ് ഓഫ് ബിസിനസ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബിസിനസ്. റീസണിങ്, according to business entity concept, each business enterprise is considered as an accounting unit separate from its ഓണേഴ്സ്. കറക്റ്റ് അല്ലേ? ബിസിനസ്മാന്റെ ട്രാൻസാക്ഷൻ ബിസിനസ്സിൽ കാണിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം ബിസിനസ് വേറെയാണ്, ബിസിനസ് മാൻ വേറെയാണ്, രണ്ടും രണ്ടാണ് അല്ലേ. സോ എന്താണ് ആൻസർ വരിക?
ബോത്ത് അസേർഷനും കറക്റ്റ് ആണ്, റീസണിങ് കറക്റ്റ് ആണ്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള റീസണിങ്ങിന് അല്ലെ, അസേർഷന് കറക്റ്റ് ആയിട്ടുള്ള റീസണും ആണ് കൊടുത്തിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ആൻസർ തന്നെയാണ്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എന്തുകൊണ്ടാണ്? ബിസിനസ് മാൻ വേറെയാണ്, ബിസിനസ്സിൽ നിന്ന് സെപ്പറേറ്റ് ആണ്, രണ്ട് എൻറ്റിറ്റി ആണ്. ബിസിനസ്സിൽ മാനിൽ നിന്ന് വേറിട്ട ഒരു എൻറ്റിറ്റി ആണ്. സോ എന്താണ്, ബിസിനസ്മാന്റെ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് നമ്മൾ ഈ ഒരു ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന്. ഉറപ്പായിട്ടും നമുക്ക് ഇത് നോക്കിയിട്ട് പോലെ 4 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. എന്താണ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കോൺസെപ്റ്റ്സും കണ്ടു നമ്മൾ, അതുപോലെ തന്നെ എന്താണ് കൺവെൻഷൻസും കണ്ടു, PYQs ഏത് മോഡൽ അതിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നും കണ്ടു. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.